അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തു അൻ-നജ്മിലെ 1 മുതൽ 41 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ ചില പ്രത്യേക ഏടുകളിലെ ആശയങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ വഹിക്കുകയില്ലെന്നും ഓരോ ആളുകൾക്കും അവർ പ്രവർത്തിച്ചത് മാത്രമാണ് ലഭിക്കുക എന്നും അവരുടെ പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാളിൽ അവർക്ക് കാണാമെന്നും ഓരോ ആളുകളും ചെയ്ത അമലുകൾക്കനുസരിച്ച് സമ്പൂർണമായ പ്രതിഫലം അവർക്ക് നൽകപ്പെടുമെന്നും ഈ ആയത്തുകളിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരികയാണ്. ഇനിയും പൂർവിക സമൂഹത്തിന് തന്നെ നൽകപ്പെട്ടിട്ടുള്ള ആ വിജ്ഞാനം, അതിലെ മറ്റു ചില കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതെന്താണ് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന ഇലാ റബ്ബികൽ മുൻതഹാ വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ വഅന്നഹു ഹുവ അമാത വഅഹ്യാ وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى. وأن തീർച്ചയായും, അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇബ്രാഹിം നബിയുടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കൊക്കെ നൽകപ്പെട്ട സുഹുഫിലെ പറയപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയാണ്. അതിലുള്ള മറ്റൊരു കാര്യമാണ് വഅന്ന, തീർച്ചയായും, നിശ്ചയമായും, ഇലാ റബ്ബിക, നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലേക്കാണ്, അൽ മുൻതഹ. മുൻതഹ എന്ന് പറഞ്ഞാൽ പര്യവസാനം. ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. ഇൻതഹ, യൻതഹി, ഇൻതിഹാൻ, ഇൻതിഹ അവസാനിക്കുക. മുൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത്. അപ്പോൾ അവസാനം അത് അള്ളാഹുവിലേക്കാണ്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിൻ്റെ രക്ഷിതാവിലേക്കാണ് പര്യവസാനം, ചെന്നെത്തേണ്ടത്, ചെന്നു ചേരേണ്ടത് എന്നും അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് അൽ മുൻതഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എല്ലാം മടക്കം അള്ളാഹുവിലേക്കാണ് എന്നുള്ളതാണ്. വ ഇലല്ലാഹിൽ മസീർ, വ ഇലല്ലാഹി അൽ മസീർ, നിങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്കാകുന്നു. അപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെയൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവണം, അള്ളാഹുവിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി മടങ്ങിപ്പോവണം. അവസാനം അള്ളാഹു നിശ്ചയിച്ച ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, അങ്ങനെ റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ് നമ്മളൊക്കെ. അതിൻ്റെ അടയാളമാണ് മരണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർ മരിച്ചു പോകുന്നത്?
നമുക്ക് ഒരു നിലക്കും തടയാൻ കഴിയാത്തൊരു കാര്യമാണല്ലോ മരണം. ആർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നത് ഒരു മടക്കമുണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അതിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കും, പിന്നീട് അതിൽ നിന്ന് വീണ്ടും നിങ്ങളെ നാം ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തീർച്ചയായും മരണം സംഭവിക്കുന്നുണ്ട്, അതിനെ തടയാൻ ആർക്കും സാധിക്കുന്നില്ല. ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് പോലും മരണത്തെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് അള്ളാഹുവിങ്കലേക്കാണ് ഇന്തിഹാ, പര്യവസാനം ചെന്നെത്തുന്നത് എന്നതിൻ്റെ അടയാളമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ്. അതേപോലെ തന്നെ എല്ലാ ഇൽമുകളുടെയും അറിവുകളുടെയും ഇന്തിഹ അത് അള്ളാഹുവിലേക്കാണ്. എല്ലാ അറിവുകളും അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ അറിവുകളും ചെന്ന് അവസാനിക്കുന്നത് അള്ളാഹുവിലേക്കാകുന്നു. അതേപോലെ തന്നെ ചിന്തകളുടെ അവസാനം അത് അള്ളാഹുവിലേക്കാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഇനിയൊന്നില്ല. ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ അതിലേറ്റവും ചെറുതിനെക്കുറിച്ച് ചിന്തിച്ച് ഏറ്റവും വലുതിനെക്കുറിച്ച് ചിന്തിച്ചാലും പിന്നീട് ചിന്തിക്കുന്നത് അതിൻ്റെ എല്ലാം സ്രഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ചാണ്. എന്നാൽ അള്ളാഹു ആകട്ടെ സൃഷ്ടിയല്ല, സ്രഷ്ടാവാണ്. അവൻ്റെ മേലെ മറ്റൊന്നില്ല. അതാണ് അല്ലാഹുമ്മ അൻതൽ അവ്വലു വലൈസ ഖബ്ലക ഷൈഉൻ വ അൻതൽ ആഖിറു വലൈസ ബഅദക ഷൈഉൻ വ അൻതല്ലാഹിറു വലൈസ ഫൗഖക ഷൈഉൻ. അള്ളാഹുവേ, നീയാണ് ഏറ്റവും അൽ അവ്വൽ. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അൽ അവ്വൽ. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുടക്കമില്ല എന്നർത്ഥം. അള്ളാഹുവിന് ഒടുക്കവുമില്ല. അതാണ് വല്ലാഹിർ വലൈസ ബഅദഹു ഷൈഉൻ. അള്ളാഹുവിന് ശേഷം ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം അള്ളാഹു ഇല്ലാതാവുമെന്നാണോ? അല്ല, അള്ളാഹു എന്നെന്നും അവശേഷിക്കുന്നവനാണ്. വ അൻതല്ലാഹിറു, അള്ളാഹു അല്ലാഹിറാണ്. വലൈസ ഫൗഖഹു ഷൈഉൻ, അള്ളാഹുവിൻ്റെ മേലെയായി പിന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാറ്റിൻ്റെയും ഇന്തിഹ, മുൻതഹ അത് അള്ളാഹുവാണ്. സ്വഹീഹായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഫക്കറൂ ഫിൽ ഖൽഖ്, നിങ്ങൾ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചോളൂ, ആകാശങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്. പക്ഷേ വലാ തുഫക്കിറൂ ഫിൽ ഖാലിഖ്, നിങ്ങൾ സൃഷ്ടാവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഫഇന്നഹു ലാ തുഹീതു ബിഹിൽ ഫിക്ര, നിങ്ങളുടെ ചിന്തകൾക്ക് അള്ളാഹു പ്രാപ്യനല്ല. ലാ തുദ്രിക്കുഹുൽ അബ്സാർ, ദൃഷ്ടികൾക്ക് അവനെ ഇദറാക്ക് ചെയ്യാൻ അഥവാ അള്ളാഹുവിനെ കണ്ടാൽ പോലും, പരലോകത്ത് വെച്ച് വിശ്വാസികൾ അള്ളാഹുവിനെ കാണും, പക്ഷെ അള്ളാഹുവിനെ കണ്ടാൽ പോലും അള്ളാഹുവിനെ ഗ്രഹിച്ചെടുക്കാൻ സൃഷ്ടികൾക്ക് കഴിയില്ല. അതിനാണ് ഇദ്റാക്ക് എന്ന് പറയുന്നത്. ഇഹാത്തത്താണ്. അള്ളാഹുവിനെ പരിപൂർണമായി മനസ്സിലാക്കാൻ സൃഷ്ടികൾക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ ദാത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു എങ്ങനെ ഉണ്ടായി ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്തൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരു ഹദീസിൽ കാണാം, യഅതി ശൈത്താനു അഹദകും ഫയഖൂൽ, ഷെയ്ത്താൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, മൻ ഖലഖ ഹാദ, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? മൻ ഖലഖ കദ, ആരാണ് ഇതിനെ സൃഷ്ടിച്ചത്? അപ്പോൾ ഇതിനൊക്കെ സൃഷ്ടിച്ചത് റബ്ബാണ്. അപ്പോൾ പിന്നെ പിശാച് അടുത്ത ചിന്ത മനസ്സിലേക്ക് ഇട്ടുതരും, മൻ ഖലഖ റബ്ബക്, നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്? പിശാച് മനസ്സിൽ വെറുതെ തോന്നിപ്പിക്കും. ഫഇദാ ബലഗ അഹദുക്കും ദാലിക്, അങ്ങനൊരു ചിന്ത വന്നു എന്ന് തോന്നിയാൽ ഫൽയസ്തഇദ് ബില്ലാഹി വൽയൻതഹി, അള്ളാഹുവിൽ ശരണം തേടുകയും വൽയൻതഹി, ചിന്തയെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമാണെന്നാണ്. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അള്ളാഹു സൃഷ്ടികൾക്കാണ് സ്രഷ്ടാവ് വേണ്ടത്, അള്ളാഹു സൃഷ്ടിയേ അല്ല. അതുകൊണ്ട് തന്നെ അതിന് സ്രഷ്ടാവില്ല. സൃഷ്ടിക്കാണ് സ്രഷ്ടാവ് വേണ്ടത്, അള്ളാഹു സൃഷ്ടിയല്ല, അവന് സ്രഷ്ടാവാണ്. അവൻ്റെ ദാത്തിനെക്കുറിച്ച് അവൻ പറഞ്ഞു തന്നതിനപ്പുറത്ത് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയരുത്. ഇന്നല്ലാഹ യഅലമു വ അൻതും ലാ തഅലമുൻ, അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിവില്ലാത്തവരാണ്. അപ്പോൾ ചിന്തയുടെ ഇന്തിഹ അത് അള്ളാഹുവിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. സൃഷ്ടികളെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാം, സ്രഷ്ടാവിനെക്കുറിച്ച് സ്വന്തം നിലക്ക് ചിന്തിക്കാനോ ഗവേഷണം നടത്താനോ കണ്ടെത്താനോ ഒരു തീരുമാനത്തിലെത്താനോ നമുക്ക് കഴിയില്ല.
അതാണ് വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് എല്ലാത്തിൻ്റെയും ഇൻതിഹ ആണ്. നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വ അന്നഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ, അവനാകുന്നു അദ്ഹക. അദ്ഹക എന്ന് പറഞ്ഞാൽ ലഹിക്ക് എന്ന് പറഞ്ഞാൽ ചിരി, അദ്ഹക എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുക. അദ്ഹക യുദ്ഹികു ഇദ്ഹാകൻ, അദ്ഹക യുദ്ഹികു ഇദ്ഹാകൻ. അദ്ഹക എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുന്നവൻ അല്ലാഹു ആകുന്നു. വ അബ്ക, അബ്ക എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുക. ബുക്ക എന്ന് പറഞ്ഞാൽ കരച്ചിൽ. യബ്കി, ബക്ക യബ്കി കരയുക. അബ്ക യുബ്കി ഇബ്കാഅൻ, കരയിപ്പിക്കുക. ചിരിപ്പിക്കുന്നതും അല്ലാഹു ആകുന്നു, കരയിപ്പിക്കുന്നതും അല്ലാഹു ആകുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഒന്ന്, ചിരിക്കുക അത് മനുഷ്യനിൽ മാത്രമുള്ളൊരവസ്ഥയാണ്. ചിരിക്കുന്ന ജീവി മനുഷ്യൻ മാത്രമാണ്. അതേപോലെ തന്നെ സങ്കടപ്പെട്ട് കരയുക വ അബ്ക, അതും മനുഷ്യനിലുള്ളതുപോലെ മറ്റു ജീവജാലങ്ങളിലൊന്നും കാണുക സാധ്യമല്ല. അപ്പോൾ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ഈ രണ്ട് അവസ്ഥകൾ, അതിൻ്റെ ബാഹ്യതലം അത് അല്ലാഹുവാണ് ചെയ്യുന്നത്, അല്ലാഹുവാണ് അതൊക്കെ മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഖലഖ ഫീ ഇബാദിഹി ലഹിക് വൽ ബുക്കാ, അവൻ്റെ അടിമകളിൽ കരച്ചിലും ചിരിയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇത് മനുഷ്യനിലുള്ളതുപോലെ വേറൊരു ജീവിയിലുമില്ല. കരച്ചിൽ പോലും ചില ജീവികൾ കരയുന്നതായി നമുക്ക് തോന്നിയാലും അതൊന്നും മനുഷ്യർ കരയുന്നത് പോലെയുള്ളൊരു കരച്ചിലുമല്ല. വസബ്ബബഹുമാ, ഈ ചിരിക്കാനുള്ള കാരണങ്ങൾ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, കരയാനുള്ള കാരണങ്ങളും സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. വഹുമാ മുഖ്തലിഫാൻ, അത് രണ്ടും വേറെ വേറെയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിരിക്കുന്നത് വെറുതെ ചിരിക്കില്ല, അതിനൊരു കാരണം വേണം. ആ കാരണങ്ങൾ നൽകുന്നത് ആരാണ്? അല്ലാഹുവാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹുവിൽ നിന്നാണ്. അതേപോലെ തന്നെ കരയാനുള്ള കാരണങ്ങളുടെയും സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു തആലയാകുന്നു. ഒരാൾക്ക് തൻ്റെ കുഞ്ഞ് മരണപ്പെട്ടാൽ ആ വ്യക്തി കരയുന്നു. ആ കുഞ്ഞിനെ മരിപ്പിച്ചതാരാണ്? അല്ലാഹുവാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുന്നു, ആ സങ്കടങ്ങൾ നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അപ്പോൾ ചിരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കുന്നതും അല്ലാഹു തന്നെ, കരയാനുള്ള വകുപ്പുകളുടെയും സൃഷ്ടാവ് അല്ലാഹു തന്നെ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു. അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, സ്വന്തം നിലക്ക് ആഹ്ലാദം കണ്ടെത്താൻ റബ്ബിൻ്റെ തൗഫീഖില്ലാതെ നമുക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ നമുക്കത് കഴിയില്ല. അതേപോലെ തന്നെ കരച്ചിലുകളെ, സങ്കടങ്ങളെ ഇല്ലാതാക്കാനും നാം സ്വയം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, മറിച്ച് അതിലൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അതിനെല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അപ്പോൾ നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള ജീവിതത്തിലെ വകുപ്പുകൾ അള്ളാഹുവാണ് നൽകേണ്ടത്. അതേ സന്ദർഭത്തിൽ വ അബ്ക, അള്ളാഹു കരയിപ്പിക്കുന്നു. കരച്ചിലുകളിൽ ചിലത് ഇബാദത്താണ്. എല്ലാ കരച്ചിലും സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല, കരച്ചിലുകളിൽ ചിലത് ഇബാദത്താണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവിടെ കരയാൻ പ്രേരിപ്പിച്ചത്, കരച്ചിലെന്ന ആ വികാരം അള്ളാഹുവിനെ ഓർത്ത് പേടിച്ചിട്ട് കരയാണ്. ആ കരച്ചിൽ പുണ്യകരമായ കരച്ചിലാണ്. ആ കണ്ണുകൾക്ക് നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹിബ്, ആ കണ്ണിൻ്റെ ഉടമസ്ഥൻ നരകത്ത് പോവില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു ടീമിനെക്കുറിച്ച് പറഞ്ഞത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐന, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്തപ്പോൾ കരച്ചിൽ വന്നു. അങ്ങനെയുള്ളവർക്ക് അർശിൻ്റെ തണലുണ്ട്. അപ്പോൾ ചില കരച്ചിലുകൾ ഖൈറാണ്. അതിനൊക്കെയുള്ള തൗഫീഖ്, അങ്ങനെ കരയാനുള്ള തൗഫീഖും ആരിൽ നിന്ന് വേണം? അള്ളാഹുവിൽ നിന്ന് വേണം. ഖുർആനിലെ വചനങ്ങൾ കേട്ടാൽ ഖറു സുജ്ജദൻ വ ബുക്കിയ എന്നാണ്, കരഞ്ഞുകൊണ്ടവർ സുജൂദിൽ വീഴും. അങ്ങനെ ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് കരയാൻ അതിനൊരു തൗഫീഖ് വേണം.
എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും കരച്ചിൽ വരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞ് 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 നബിയുടെ താടിയും നബിയുടെ മാറിടവും നബി നിന്ന സ്ഥലങ്ങളും കണ്ണുനീരിൽ കുതിരുമായിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബിയെ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അദ്ദേഹം കരയാനും തുടങ്ങും, അദ്ദേഹം എങ്ങനെയാണ് ഇമാമ് നിൽക്കുക എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കരച്ചിൽ, മിഹ്റാബിൽ നിന്ന് കരഞ്ഞാൽ ഏറ്റവും പിറകിലെ സഫിലുള്ളവർക്ക് വരെ ആ കരച്ചിൽ കേൾക്കാമായിരുന്നു എന്ന്. അതും ഒരു തൗഫീഖാണ്. അള്ളാഹുവിനോർത്ത് കരയാനും അവനെ പേടിച്ച് കരയാനും അതും ഒരു തൗഫീഖാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ കരച്ചിലിൻ്റെയും ചിരിയുടെയും കാരണങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ്, അവനിൽ അഭയം തേടുക. അതേപോലെ തന്നെ 44-ൽ പറയുന്നു, വ അന്നഹു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല, ഹുവ, അവൻ, അമാത, മരണം നൽകുന്നു, മൗത്ത് നൽകുന്നു. അമാത യുമീതു ഇമാതതൻ, അമാത യുമീതു ഇമാത, മരിപ്പിക്കുക. വ അഹ്യ, അവൻ തന്നെയാണ് ജീവിപ്പിക്കുന്നതും. അഹ്യ യുഹ്യി ഇഹ്യാഅൻ, ഹയാത്ത് നൽകുന്നതിനാണ് അഹ്യ എന്ന് പറയുക, മൗത്ത് നൽകുന്നതിനാണ് അമാത എന്ന് പറയുക. അപ്പോൾ അഹ്യ യുഹ്യി ഇഹ്യാഅൻ, ജീവിപ്പിക്കുന്നതും അവനാണ്, മരിപ്പിക്കുന്നതും അല്ലാഹുവാകുന്നു. ഇവിടെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിർജീവാവസ്ഥ നൽകുക. ഒരു വസ്തുവിന് നിർജീവാവസ്ഥ അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉണ്ടാകുന്നതിന് അമാത എന്ന് പറയും. ഒരു സൃഷ്ടിപ്പിന് അതിന് ജീവൻ നൽകുന്നതിന് മുമ്പുള്ള നിർജീവാവസ്ഥക്ക് അമാത എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ ആ മണ്ണിൻ്റെ നിർജീവാവസ്ഥ, മണ്ണിന് ജീവനില്ലാത്ത രൂപത്തിൽ മണ്ണിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി, അങ്ങനെ കളിമണ്ണ് കൊണ്ട് രൂപം ശരിപ്പെടുത്തിയതിന് ശേഷമാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ ആത്മാവിനെ ആദം നബിയിലേക്ക് ഊതിയപ്പോൾ ജീവനുള്ള ഒരു മനുഷ്യനായി മാറി. അതാണ് ഇഹ്യാ, അഹ്യ, ജീവൻ നൽകുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആ നിർജീവാവസ്ഥയും പിന്നെ ജീവൻ നൽകിയതും. പിന്നീടുള്ള നിർജീവാവസ്ഥ എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നുത്ഫയിലൂടെ, ബീജത്തിലൂടെ, ആ ബീജാവസ്ഥയിൽ അത് നിർജീവാവസ്ഥയാണ്. ബീജാവസ്ഥയിൽ നിർജീവാവസ്ഥയാണ്. പിന്നീട് അതിന് ശേഷം ഗർഭാശയത്തിൽ വെച്ച് 4 മാസം തികയുമ്പോൾ അള്ളാഹു റൂഹിനെ നൽകുന്നു. അപ്പോൾ നുത്ഫക്ക് ജീവൻ നൽകുക, അതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം, പിന്നീട് വീണ്ടും മനുഷ്യൻ അള്ളാഹു റൂഹിനെ പിടിച്ചെടുക്കുന്നു. അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരിക്കുമ്പോൾ അള്ളാഹു നഫ്സിനെ, റൂഹിനെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ മനുഷ്യൻ മരിച്ചു പോകുന്നു. അതാണ് വീണ്ടും ഒരു നിർജീവാവസ്ഥ. അതിനുശേഷം പിന്നീട് ഖിയാമത്ത് നാളിൽ, പരലോകത്ത് അള്ളാഹു വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കുന്നു. അതാണ് വ അന്നഹു ഹുവ അമാത വ അഹ്യ, നിർജീവാവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റുന്നതും ജീവനുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റുന്നതും അള്ളാഹു മാത്രമാണ്. സൃഷ്ടികൾക്കാർക്കും അതിനുള്ള കഴിവില്ല. അതൊക്കെ സൃഷ്ടാവിന് മാത്രം കഴിയുന്നതാണ്. ഒരു വസ്തുവിന് ജീവൻ നൽകുന്നു എന്നത് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. സൃഷ്ടികളഖിലവും ഒരുമിച്ച് കൂടിയാലും മരിച്ചു കിടക്കുന്ന ഒന്നിന് ജീവൻ നൽകാൻ കഴിയില്ല. നിർജീവാവസ്ഥയിലുള്ള ഒന്നിന് ജീവൻ നൽകാൻ കഴിയില്ല, റൂഹ് നൽകാൻ കഴിയില്ല. അത് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നു, അവൻ്റെ ഔന്നിത്യത്തെ അറിയിക്കുന്നു. അവൻ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു എന്നുള്ളത്. അന്നഹു ഹുവ അമാത വ അഹ്യ. വ അന്നഹു, വീണ്ടും പറയുന്നു, വ അന്നഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, സൗജൈനി, 2 ഇണകളെ. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ, സൗജൈൻ, ഇണകൾ, 2 ഇണകളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദക്കറ, ദക്കർ എന്ന് പറഞ്ഞാൽ ആണ്, ആൺവർഗം, വൽ ഉൻസ, പെൺവർഗവും. ആണും പെണ്ണുമാകുന്ന 2 ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ നുത്ഫത്തിൻ, മിൻ നുത്ഫത്തിൻ, എന്തിൽ നിന്നാണ് അതിനെ സൃഷ്ടിച്ചത്? നുത്ഫ എന്ന് പറഞ്ഞാൽ ബീജം, ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു.
ഇദാ തുംന, അത് ശ്രവിക്കപ്പെടുമ്പോൾ. അംന എന്ന് പറഞ്ഞാൽ ബീജം ശ്രവിക്കുന്നതിനാണ് അംന എന്ന് പറയാം. അംന യുംനി ഇംനാൻ. അംന എന്ന് പറഞ്ഞാൽ തെറുപ്പിക്കുക, ശ്രവിക്കുക. അംന യുംനി ഇംനാൻ. മിൻ നുതുഫത്തിൻ ഇദാ തുംന, ശ്രവിക്കപ്പെടുന്ന ബീജത്തിൽ നിന്ന്, നുതുഫയിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വ അന്നഹു ഖലഖ സൗജൈൻ, രണ്ട് ഇണകൾ എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ ഇണയാണ്, അതാണ് ഒരു ഇണ. സ്ത്രീ പുരുഷൻ്റെ ഇണയാണ്, അതാണ് സൗജൈൻ എന്ന് പറഞ്ഞത്. സ്ത്രീ പുരുഷനും പുരുഷന് സ്ത്രീക്കും ഇണയാണ്. അൽഹംദുലില്ലാ, പരിശുദ്ധ ഖുർആൻ അവിടെ ഇണയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമാണ്. എന്താണ് പറഞ്ഞത്? അദ്ദക്കറ വൽ ഉൻസ, ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമാണ് ഇണ. ആണും ആണും ഇണയല്ല, പെണ്ണും പെണ്ണും ഇണയല്ല, ആണും പെണ്ണുമാണ് ഇണ. അതുകൊണ്ട് ആണും ആണും കല്യാണം കഴിക്കുക പാടില്ല, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക പാടില്ല. അത് അള്ളാഹു നിശ്ചയിച്ച ത്വബീഅത്തിനെതിരാണ്, സൃഷ്ടി വ്യവസ്ഥയിൽ വമ്പിച്ച മാറ്റം വരുത്തലാണ്, വ്യഭിചാരത്തേക്കാൾ കടുത്ത ഹറാമാണ്. വ്യഭിചാരത്തേക്കാൾ വലിയ നിഷിദ്ധമാണ്, ഹറാമാണ് സ്വവർഗരതി. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ച രീതി നോക്കിയാൽ തത്തുല്യമായി മറ്റൊരു നാടിനെയും നശിപ്പിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശക്തമായ ഭൂകമ്പം കൊണ്ട് പിടികൂടി. അവരെ ആകാശത്തേക്ക് ഉയർത്തി നിലത്തിട്ടടിച്ചിട്ടാണ് അവരെ നശിപ്പിച്ചത്. അതിന് പുറമെ തീ കൊണ്ടൊരു മഴയും കല്ലുകൊണ്ടൊരു മഴയും വർഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നാമാവശേഷമാക്കി കളഞ്ഞു. അത്രയും മോശമായ ഏർപ്പാടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഇണകളെക്കുറിച്ച് പറയുന്നിടത്ത് അത് ആണും പെണ്ണുമാണ് ഇണ. അല്ലാതെയുള്ള ഇണകൾ എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ സംസ്കാര ശൂന്യമാണ്, വിഡ്ഢിത്തമാണ്. അത് അംഗീകരിക്കുന്ന വ്യക്തികളോ സംഘടനകളോ രാഷ്ട്രങ്ങളോ എല്ലാം തന്നെ അങ്ങേയറ്റത്തെ വിഡ്ഢിത്തത്തിലും തോന്നിവാസത്തിലുമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വ അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ മിൻ നുതുഫത്തിൻ, നുതുഫയിൽ നിന്നാണ് ആ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നത്. ഇദാ തുംന, അത് ശ്രവിക്കപ്പെടുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് ഇവിടെ നുതുഫ കൊണ്ടുള്ള ഉദ്ദേശം അത് പുരുഷൻ്റെ മാത്രം ബീജമല്ല, സ്ത്രീ ബീജവും അതിൽ ഉൾപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകൂൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുതുഫത്തിൻ അംശാജിൻ, കൂടിച്ചേർന്ന ബീജത്തിൽ നിന്ന്, അഥവാ സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്രവങ്ങളിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതിൽ നിന്ന് അള്ളാഹു ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഅന്ന അലൈഹി നശ്അതൽ ഉഖ്റാ വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ വഅന്നഹു ഹുവ റബ്ബുശ് ശിഅറാ وأنه أهلك عادا الأولى وثمود فما أبقى وأن عليه النشأة الأخرى وأن عليه അള്ളാഹുവിൻ്റെ മേലാകുന്നു, അഥവാ അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാകുന്നു, അവൻ സ്വയം അത് നിശ്ചയിച്ചിരിക്കുന്നു. എന്ത്? അന്നശ്അത, നശ്അത എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്, നിർമ്മിതി. അൻഷഅ യുൻഷിഉ ഇൻഷാഅൻ, അൻഷഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചുണ്ടാക്കുക, പുതുതായി സൃഷ്ടിച്ചുണ്ടാക്കുക. നശ്അത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്. വ അന്ന അലൈഹി നശ്അത്തൽ ഉഖ്റ, രണ്ടാമത്തെ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാകുന്നു. അപ്പോൾ നുത്ഫയിൽ നിന്ന് മനുഷ്യനെ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. ഓരോന്നും വ്യത്യസ്തമായ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ പുനഃസൃഷ്ടി എന്ന് പറയുന്നത്.
ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി അതിലേക്ക് ജീവനൂതി. പിന്നീടുണ്ടായിരുന്നത് നുത്ഫയിൽ നിന്നാണ്. ഇനി മരണശേഷം ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ വാരിയെല്ലിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു ചെറിയ ഒരു ഭാഗം, അതിൽ നിന്നാണ് മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുന്നതെന്നാണ്. നമ്മൾ മരിച്ച് മണ്ണായി നമ്മുടെ എല്ലുകൾ വരെ മണ്ണോട് മണ്ണ് ചേർന്നാലും ഈ ഭാഗം അള്ളാഹു വിത്ത് സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ എവിടെയാണോ മരിച്ചു കിടക്കുന്നത് അവിടെ സൂക്ഷിക്കുന്നതാണ്. അത് മണ്ണിൽ വെച്ചാണെങ്കിൽ അങ്ങനെ, ആകാശലോകത്ത് വെച്ച് കത്തിക്കരിഞ്ഞതാണെങ്കിലും കടലിൽ മുങ്ങിപ്പോയതാണെങ്കിലും ജീവികൾ നമ്മെ ഭക്ഷിച്ചിട്ട് അവർ കാഷ്ടമാക്കി പുറത്ത് വിട്ടാലും എങ്ങനെ ചെയ്താലും ശരി ഈ ഒരു പാർട്ട് ഭൂമിയിൽ അവശേഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരാൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടാണ് നമ്മൾ ഖബറടക്കിയതെങ്കിലും ആ ഖബർ എന്ന് പറയുന്നത് ബർസഖ്, അഥവാ നമ്മൾ മണ്ണ് കുഴിച്ച് അതിൽ തന്നെ വെച്ചാലാണ് ഖബർ എന്നില്ല. മറിച്ച് ഖുർആൻ അതിന് ഉപയോഗിച്ച മറ്റൊരു വേർഡുണ്ട്, ബർസഖ്, ബർസഖിയായ ലോകം എന്നാണ്. അഥവാ ഈ ലോകത്ത് നിന്ന് മരിച്ചു പരലോകത്തും എത്താത്ത ഒരു അവസ്ഥ, ഒരു ലോകം മനുഷ്യനുണ്ട്. അവിടെ മുൻകർ നക്കീർ മലക്കുകൾ വരികയും അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി ചോദിക്കുകയും ചെയ്യും. ആ സമയത്ത് ഭൂമിയിലുള്ളതുപോലുള്ളൊരവസ്ഥ ഉണ്ടാകുമെന്നാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതിനുശേഷമാണ് പറയുന്നത് നം കനൗമത്തിൽ അറൂസ്. വിശ്വാസികളാണെങ്കിൽ പറയും പുതിയാപ്പിൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറയും. കാരണം ചോദ്യമൊക്കെ കഴിഞ്ഞു, ഇനി ഉറങ്ങിക്കോ എന്ന് പറയും. ഉറക്കാണ്. എന്നാൽ സത്യനിഷേധികളാണെങ്കിൽ അവർക്ക് അദാബാണ്, ഖബറിലെ ശിക്ഷകളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. പുനരുദ്ധാന നാളിൽ ഖിയാമത്തിൽ മഹ്ശറിൽ ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്യുമെന്നാണ്. അത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചതാണ്. മഴ പെയ്താൽ വരണ്ട ഭൂമിയിൽ നിന്ന് പുല്ല് മുളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അതേപോലെ നിങ്ങളെ വീണ്ടും കൊണ്ടുവരുന്ന. അപ്പോൾ അത് കേവലം ഒരു ഉപമ മാത്രം പറഞ്ഞതല്ല, അതേ പ്രതിഭാസമാണ് സംഭവിക്കുന്നത്. ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്യുമെന്നാണ് മഹ്ശറിൽ. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് എല്ലാവരും മരിക്കും. അതിനുശേഷം രണ്ടാമത്തെ കാഹളത്തിൽ ഊതുമ്പോൾ ഒരു മഴ പെയ്യും. ഈ മഴ മനുഷ്യർ മരിച്ചു കിടക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ വാരിയെല്ലിൻ്റെ, നമ്മുടെ മുതുകിലെ എല്ലിൻ്റെ അവസാനത്തെ ഭാഗം, ആ അവസാനത്തെ ഭാഗത്ത് അള്ളാഹു അവശേഷിപ്പിച്ചത് ഒരു വിത്ത് പോലെ മുളച്ച് മനുഷ്യനായി മാറുന്ന ഒരു ചെടി പോലെ. വല്ലാഹു അൻബത്തക്കും മിനൽ അർളി നബാത്ത എന്ന് പറഞ്ഞില്ലേ. നബാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ചെടിക്ക് പറയുന്നതാണ്. അള്ളാഹു നിങ്ങൾ അങ്ങനെയാണ് മുളപ്പിച്ച് കൊണ്ടുവന്നത്, അതേപോലെ വീണ്ടും നിങ്ങൾ അള്ളാഹു കൊണ്ടുവരുമെന്നാണ് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും കാണാൻ സാധിക്കുന്നത്. അതാണ് വ അന്ന അലൈഹി നശ്അത്തുൽ ഉഖ്റ. ഇനി വരാനിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ പരലോകത്തേക്കുള്ള ആ ഒരു സൃഷ്ടിപ്പ്, അത് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അതങ്ങനെ തന്നെ സംഭവിക്കും. വ അന്നഹു, ഇതൊക്കെ നേരത്തെ പറഞ്ഞ സുഹുഫിലുള്ളതാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂഷനാണ്. ഇതൊക്കെ പൂർവികരായ ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. വ അന്നഹു, തീർച്ചയായും അവൻ തന്നെയാകുന്നു, ഹുവ, അള്ളാഹുവാകുന്നു, അഗ്ന. അഗ്ന എന്ന് പറഞ്ഞാൽ ഖിന നൽകുന്നവൻ. ഖിന എന്ന് പറഞ്ഞാൽ സമ്പത്ത്, പണം നൽകുന്നവൻ, ധന്യത നൽകുന്നവൻ അള്ളാഹുവാണ്. അഗ്ന യുഗ്നി ഇഗ്നാഅൻ, ധന്യത നൽകുക, സമ്പത്ത് നൽകുക. അള്ളാഹുവാണ് സമ്പത്ത് നൽകുന്നവൻ. വ അഖ്ന, അവൻ തന്നെയാകുന്നു നിങ്ങൾക്ക് കുനിയത്ത് നൽകുന്നവൻ. അഖ്ന എന്ന് പറഞ്ഞാൽ അഖ്ന യുഖ്നി ഇഖ്നാഅൻ, അഥവാ സംതൃപ്തമായ മതിയായ ജീവിത വിഭവത്തിനാണ് കുനിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് കച്ചവട ആവശ്യാർത്ഥമല്ലാത്ത സ്വത്ത്. ചില തഫ്സീറിൽ അങ്ങനെയാണ് കാണുന്നത്. കച്ചവടത്തിന് വേണ്ടിയല്ല, നമുക്ക് വീടുണ്ട്, അത് കച്ചവടത്തിന് വേണ്ടിയല്ല, നമുക്ക് ആസ്വദിക്കാനാണ്. നമുക്ക് പറമ്പുണ്ട്, ആ പറമ്പിൽ മനുഷ്യൻ ഇറങ്ങുന്നു, അത് കച്ചവടത്തിനാണോ? അല്ല. അയാൾ കൃഷി ചെയ്യുന്നു, മൃഗങ്ങളെ വളർത്തുന്നു. ഇങ്ങനെ മനുഷ്യന് ആവശ്യമായ ജീവിത വിഭവങ്ങൾ നൽകി അവനെ സംതൃപ്തിപ്പെടുത്തിയതിന്, അതുകൊണ്ടാണ് അഖ്ന എന്നതിന് മറ്റൊരു തഫ്സീർ റവ്വാ, തൃപ്തി നൽകി, സമ്പത്ത് നൽകി, അതിൽ സംതൃപ്തിയും നൽകി. അങ്ങനെ ആവശ്യത്തിന് ജീവിത വിഭവങ്ങൾ നൽകുന്നവൻ അള്ളാഹുവാകും. ചില തഫ്സീറിലുണ്ട് വ അഖ്ന എന്ന് പറഞ്ഞാൽ
ദാരിദ്ര്യം നൽകലാണ്, അല്ലെങ്കിൽ മതിയായത് നൽകലാണ്, ദാരിദ്ര്യം നൽകലാണ് എന്നൊരു തഫ്സീറുണ്ട്. പക്ഷെ അത് വിദൂരമായ തഫ്സീറാണെന്ന് ഭാഷാപരമായി നോക്കുമ്പോൾ പണ്ഡിതന്മാർ പറയും. എന്നാൽ നേരത്തെ പറഞ്ഞതെല്ലാം ഓപ്പോസിറ്റ് ആയതുകൊണ്ട്, ആണ് പെണ്ണ്, ജീവിതം മരണം, ചിരിപ്പിക്കൽ കരയൽ, എങ്കിൽ ധന്യത നൽകലും ഫഖർ നൽകലും എന്ന് ചില തഫ്സീറുകളിൽ കാണാം. പണക്കാരനാക്കുന്നതും പാവപ്പെട്ടവനാക്കുന്നതും അല്ലാഹുവാണ്. യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖിനെ വിശാലമായി നൽകുന്നു, ചിലർക്ക് കുടുസായത് നൽകുന്നു. അങ്ങനെ ഒരു തഫ്സീറും പറയപ്പെട്ടിട്ടുണ്ട്. എന്നാലും അധിക തഫ്സീറുകളിലുമുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ധാരാളക്കണക്കിന് സഹാബികളിൽ നിന്നും വന്നിട്ടുള്ളത് വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന, അല്ലാഹു ധന്യത നൽകുകയും അതിൽ തൃപ്തി നൽകുകയും മതിയായ വിഭവങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു. അഗ്ന യുഗ്നി ഇഗ്നാഅൻ, അഖ്ന യുഗ്നി ഇഖ്നാഅൻ. വ അന്നഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹുവ അവൻ, റബ്ബു ശിഅറ, ശിഅറ നക്ഷത്രത്തിൻ്റെ രക്ഷിതാവുമാകുന്നു. ശിഅറ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സിറിയസ് അല്ലെങ്കിൽ ത്രിശങ്കു നക്ഷത്രം എന്ന് പറയും. ആകാശത്ത് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രത്തിൽ നമുക്ക് രാത്രിയിൽ ഒരല്പം തിളക്കത്തോടുകൂടി ആകാശത്ത് കാണാൻ പറ്റുന്ന നക്ഷത്രമാണ് ത്രിശങ്കു നക്ഷത്രം എന്ന് പറയുന്ന ഈ ഒരു നക്ഷത്രം. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ നെറ്റിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ശിഅറ നക്ഷത്രത്തെ പ്രത്യേകം പറയാനുള്ള കാരണം, നമുക്കറിയാം നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ തന്നെ അവർ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമായിരുന്നു ആരാധിച്ചിരുന്നത്. ഇന്നും നമ്മുടെ നാടുകളിൽ പലരും സൂര്യദേവൻ, നക്ഷത്രദേവതമാർ, അവരൊക്കെ ദേവന്മാരും ദേവിമാരുമായി കണ്ട് അവരെ ആരാധിക്കുന്നവരാണ്. അറബി ഗോത്രങ്ങളിൽ ചിലർ ഈ നക്ഷത്രത്തെ ആരാധിച്ചിരുന്നു. ശിഅറ നക്ഷത്രത്തെ, ആ സ്റ്റാറിനെ അവർ ആരാധിച്ചിരുന്നു. അവർക്കുള്ള മറുപടി കൂടിയാണ് ആ ശിഅറയുടെ റബ്ബും അല്ലാഹുവാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ റബ്ബ് അല്ലാഹുവാണ്. ലാ തസ്ജുദൂ ലിശംസി, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്. സൂര്യാരാധന നടത്തുന്ന ആളുകളുണ്ട്. വലാലിൽ ഖമരി, നിങ്ങൾ ചന്ദ്രനെയും ആരാധിക്കരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അതിനെയെല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. സൂര്യനെയല്ല സൂര്യൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കണം, ചന്ദ്രനെയല്ല ചന്ദ്രനെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കണം. അതേപോലെ തന്നെ ശിഅറ നക്ഷത്രത്തെയല്ല, ആ നക്ഷത്രത്തെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കണം. വ അന്നഹു ഹുവ റബ്ബു ശിഅറ, ശിഅറ നക്ഷത്രത്തിൻ്റെ രക്ഷിതാവ് അല്ലാഹുവാകുന്നു, അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലുള്ള സ്വഫിലും മൂസാ നബിയുടെ ഏടുകളിലുമൊക്കെ അത് ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ അഫ്ആലുകൾ, അവൻ്റെ മഹത്വത്തിലേക്ക് വെളിച്ചം നൽകുന്ന അവൻ്റെ അഫ്ആലുകൾ, പ്രവർത്തനങ്ങൾ, അവൻ്റെ സിഫാത്തുകൾ, അതാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അത് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കി അവൻ്റെ വലിപ്പം മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെ മഹത്വപ്പെടുത്തുക, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുക, അവൻ്റെ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അവനെ ഹുബ്ബോടുകൂടി, മഹബത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുക, തഅലീമോടുകൂടി, അങ്ങേയറ്റത്തെ മഹത്വപ്പെടുത്തലോടുകൂടി, ഭീതിയോടുകൂടിയും അള്ളാഹുവിനെ ആരാധിക്കുക. അങ്ങനെ ഇഷ്ടത്തോടുകൂടിയും പേടിയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും പ്രത്യാശയോടുകൂടിയുമെല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അവൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം അതിനൊരു കാരണമായി തീരട്ടെ. ഈ ഒരു ദർസും ഇവിടെയുള്ള ഈ കൂടിച്ചേരലും എല്ലാം സ്വാലിഹായ അമലുകളായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ ബറക്കത്ത് ഈ ലോകത്തും മരിക്കുന്ന സമയത്തും ഖബറിലും മഹ്ശറിലും സിറാത്തിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.